അവധി നിശ്ചയിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ സാധുക്കളായ അടിമകളാണ് നാം. അവധി തീരുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന, വിജയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും നന്മകൾ നമ്മൾ ചെയ്തു തീർക്കണം. റമദാനിൽ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് പരിശുദ്ധമായ റമദാനിന്റെ മുന്നോടിയായി നമ്മിൽ ആരൊക്കെ ആലോചിച്ചിട്ടുണ്ട്? റജബ് വന്നുപോയി, എന്തെങ്കിലും നന്മ തുടങ്ങി വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ശഅബാൻ വന്നു, വിട പറയാൻ സമയവുമായി, ഇനിയെങ്കിലും ഒന്ന് നന്നാവണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നന്നാവാനുള്ള മാർഗങ്ങൾ തേടിയിട്ടുണ്ടോ? ഒരുപാട് തെറ്റുകുറ്റങ്ങളിലായി ജീവിച്ച നാം ഒന്ന് തൗബ ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. റമദാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. എന്തെങ്കിലും നല്ല നല്ല പ്രതിജ്ഞകൾ നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇനി വരുന്ന റമദാനിൽ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ബാക്കിയാകും, ആരൊക്കെ ഉണ്ടാകുമെന്ന് ആർക്കും പറയാൻ പറ്റൂല, ആർക്കും അറിയൂല. ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ സുദീർഘ യാത്രക്കിടയിലുള്ള താൽക്കാലിക വിശ്രമ കേന്ദ്രമാണ്. ഇന്നലത്തെ മഴയത്ത് മുളച്ച സസ്യത്തോടല്ലേ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഈ ഐഹിക ജീവിതത്തെ ഉപമിച്ചത്? വളരിബു ലഹും മസലൽ ഹയാത്തിദ് ദുനിയ. ഓ നബിയേ, അങ്ങവർക്ക് ഐഹിക ജീവിതത്തിന്റെ നല്ലൊരു ഉപമ പറഞ്ഞു കൊടുക്കണേ. കമാഇൻ അൻസൽനാഹു മിനസ്സമാ, ഉപരിതലത്തിൽ നിന്ന് പെയ്തിറങ്ങിയ മഴയെപ്പോലെയാണത്. ഫഖ്തലത ബിഹി നബാതുൽ അർദ്, ആ മഴ പെയ്തപ്പോൾ ഭൂമിയിലുള്ള സസ്യങ്ങളൊക്കെ ഇടതൂർന്ന് വളർന്നു. പിന്നീടോ ഫഅസ്ബഹ ഹശീമൻ തദ്റൂഹുർ റിയാഹ്, ഒരു മഴ വന്നപ്പോഴേക്കും മുളച്ചു വന്നതായ ചെടികൾ അതങ്ങനെ വളർന്ന് വളർന്ന് വലുതായി. പക്ഷേ ഒരു നല്ല കാറ്റടിച്ച് വീശിയപ്പോൾ കാറ്റ് പറത്തിക്കളയുന്ന ഒരു തുരുമ്പായി തീർന്നു. ഇതുപോലെയാണ് ഐഹിക ജീവിതം. ഇപ്പൊ നല്ല വെയിലുള്ള സമയമാണ്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെറുതെ കിടന്നിരുന്ന ഒരു വിത്ത്, അതല്ലെങ്കിൽ ഉണങ്ങിക്കരിഞ്ഞു പോയിരുന്ന ഒരു ചെടി, ആ വിത്തിലേക്ക്, ആ ചെടിയിലേക്ക് വെള്ളം തട്ടിയപ്പോഴേക്കും, അതല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ചെറിയ മഴ വന്ന് പതിച്ചപ്പോഴേക്കും അത് മുളച്ചു പൊന്താൻ തുടങ്ങി. അതിൽ നല്ല ഇലകളും പൂക്കളും വിരിയാൻ തുടങ്ങി. കാണാൻ എന്തൊരു ഭംഗിയാണ്! എല്ലാവരും അത് കണ്ടാസ്വദിക്കുന്നു. പൂക്കളിലെ തേൻ നുകരാൻ പൂമ്പാറ്റകൾ വരുന്നു, കരിവണ്ടുകൾ വരുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കകം അത് ഉണങ്ങിപ്പോകുന്നു.
പിന്നീട് ഒരു കാറ്റ് വീശിയപ്പോഴേക്കും ആ ചെടി തന്നെ പാറിപ്പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ അവസ്ഥയും. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ കുറെ കാത്തിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ പടച്ച റബ്ബ് നല്ലൊരു കുഞ്ഞവർക്ക് നൽകുന്നു. അങ്ങനെ ആ കുഞ്ഞിനെ ലാളിക്കാൻ എല്ലാവരും മത്സരിക്കുകയാണ്. അതിനെ എടുത്തു നടക്കാൻ എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. എല്ലാവർക്കും എന്തൊരു സ്നേഹമാ, എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയതാ പൊന്നുമോൻ വളരുകയാണ്. ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരനായി മാറുന്നു. എന്ത് ജോലിയെടുക്കാനും അവൻ തയ്യാറാണ്. അതിനിടയിൽ അവൻ വിവാഹം കഴിക്കുന്നു, അവന് വേണ്ട വീട് നിർമ്മിക്കുന്നു. കാലക്രമേണ ശരീരത്തിന് തളർച്ച ബാധിക്കുന്നു, രോഗിയായി മാറുന്നു. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന പൊന്നുമോൻ മരണപ്പെടുന്നു. എന്ന് ഖുർആൻ സൂചിപ്പിച്ച അവസ്ഥയിലേക്ക്, എല്ലുകൾ നുരുമ്പിപ്പോകുന്ന അവസ്ഥയിലേക്ക് അവൻ മാറുന്നു. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എത്ര പേര് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. കഴിഞ്ഞ റമദാനിന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, നോമ്പ് തുറക്കാൻ നമ്മുടെ അടുത്തിരുന്നവർ, തറാവീഹ് നിസ്കരിക്കാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ കൂടെ ഓടി നടന്നാളും, പക്ഷേ എത്ര പെട്ടെന്നാണ് അവരെല്ലാം വിട പറഞ്ഞത്. എന്നാൽ ഭൂമിക്ക് മുകളിൽ നല്ല സുഖലോലുപതയിൽ കഴിഞ്ഞിട്ടും സാമ്പത്തികമായി വലിയ മുൻപന്തിയിലുണ്ടായിട്ടു പോലും ഭൂമിക്കടിയിലേക്ക് പോയപ്പോ, ഖബറിലേക്ക് താമസം മാറിയപ്പോ, കഫൻ തുണിയല്ലാതെ അവർ കൊണ്ടുപോയില്ല. സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങൾ, വീട്ടുകാർ, കൂട്ടുകാർ, കുടുംബങ്ങൾ, അതുപോലെ കൊട്ടാര സമാനമായ അവന്റെ വീട്, എല്ലാം ഉപേക്ഷിച്ചവൻ മണ്ണിനടിയിലായി പോയില്ലേ. അതുകൊണ്ടല്ലേ മുൻകാലങ്ങളിലെ മുസ്ലിം ചക്രവർത്തിമാർ അവർ മരിക്കുന്നതിന്റെ മുമ്പ് അവർ വസിയ്യത്ത് എഴുതി വെക്കുമായിരുന്നു. ഈ കഫൻ തുണിയല്ലാതെ മറ്റൊന്നും എന്റെ കൈപ്പിടിയിലില്ല, വേറൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, മറ്റൊന്നും എന്റെ അടുത്തില്ല എന്നറിയിക്കാൻ തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോ രണ്ട് കൈകളും കഫനിൽ നിന്ന് പുറത്തേക്കിടാൻ അവർ വസിയ്യത്ത് ചെയ്യുമായിരുന്നു. എല്ലാം ഭൂമിക്ക് മുകളിൽ ഉപേക്ഷിച്ചാണ് അവരൊക്കെ പോയത്. നമ്മളും നമ്മൾ സമ്പാദിച്ച് കൂട്ടിയതെല്ലാം ഭൂമിക്ക് മുകളിൽ ഉപേക്ഷിച്ചു കൊണ്ടാണ് പോകേണ്ടതും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭൂമിക്ക് മുകളിൽ നമുക്ക് ജീവിക്കാൻ അനുവദിച്ചതായ ദിവസങ്ങളിൽ, നമുക്ക് ലഭ്യമായ ആയുസ്സില് ഭൂമിക്ക് താഴെ സന്തോഷത്തോടെ കിടക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തു വെക്കണേ. അതിനുള്ളതായ സമയങ്ങളായി ഇനിയുള്ള സമയങ്ങൾ നമ്മൾ മുതലെടുക്കണേ. പരിശുദ്ധമായ റമദാൻ ശരീഫ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴെങ്കിലും
നല്ല നല്ല പ്രതിജ്ഞകൾ നമ്മൾ എടുക്കണം. തഹജ്ജുദ് ഇതുവരെ നിസ്കരിക്കാൻ തുടങ്ങാത്തവർ അത് തുടങ്ങണം. ളുഹർ വാങ്ങൊടുക്കുന്നതിന്റെ മുമ്പെങ്കിലും 2 റക്അത്ത് ദുഹാ നിസ്കരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഖളായ ഒരുപാട് നിസ്കാരങ്ങൾ നമ്മൾ ഖളാ വീട്ടാൻ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പടച്ച റബ്ബ് ചോദ്യം ചെയ്യും എന്നുള്ള ബോധം നമുക്കുണ്ടാവണം. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിലുള്ള ശിക്ഷ നമുക്ക് താങ്ങാൻ കഴിയില്ല. നരക ശിക്ഷ ചിന്തിക്കാൻ പോലും കഴിയൂല. നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, നരക ശിക്ഷയെ സൂക്ഷിക്കാൻ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. സ്വന്തം ശരീരത്തെയും ഭാര്യ മക്കളടങ്ങുന്ന ബന്ധുക്കളെയും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണേ. സ്വന്തം ശരീരം രക്ഷപ്പെട്ടാൽ പോരാ, ഞാൻ മാത്രം നന്നായാൽ പോരാ, ഞാൻ മാത്രം തഹജ്ജുദ് നിസ്കരിച്ചാൽ പോരാ, ഞാൻ മാത്രം ഖുർആൻ ഖത്മ് ചെയ്താൽ പോരാ, ഞാൻ മാത്രം ഇബാദത്തിൽ സജീവമായാൽ പോരാ. തന്റെ ഭാര്യയെയും മക്കളെയും നന്നാക്കണം, ഇബാദത്ത് ചെയ്യാൻ പ്രാപ്തരാക്കണം, ഇബാദത്ത് ചെയ്യാൻ അവരോട് നിർദ്ദേശിക്കണം, കൽപ്പിക്കണം. ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. തഅ്മുറുഹും ബിത്വാഅത്തില്ലാഹ് വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്. അല്ലാഹുവിന് വഴിപ്പെടാൻ ഭാര്യയോടും മക്കളോടും നിങ്ങൾ കൽപ്പിക്കണേ. വതൻഹാഹും അൻ മഅസിയത്തില്ലാഹ്. അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന്, അവന് തിന്മ ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തണേ. കാരണം നരകത്തെ സൂക്ഷിക്കാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും അതുപോലെ കല്ലുകളുമാണ്. വിറക് കൊള്ളികളല്ല,